നമസ്കാരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന രേഖയിൽ, ഔദ്യോഗികമായ രേഖയിൽ ബി.ജെ.പിയുടെ സീൽ ഉണ്ടായതിനെ ചൊല്ലി തർക്കം കഴിഞ്ഞ 2 ദിവസമായി ആ വാർത്ത വിവാദമാവുകയാണ്. രാഷ്ട്രീയ എതിരാളികളടക്കം വലിയ രീതിയിൽ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ബി.ജെ.പിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപമാനിക്കുന്ന രീതിയിലും അടക്കം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് AI വീഡിയോ അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഈ ബി.ജെ.പിയുടെ ഔദ്യോഗികമായ അല്ലെങ്കിൽ കേരള ബി.ജെ.പിയുടെ സീൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകളിൽ വന്നത് എന്നതിനെക്കുറിച്ച് പക്ഷേ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം വാർത്ത പ്രചരിപ്പിക്കുന്ന സമൂഹ മാധ്യമ ഹാൻഡിലുകൾക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട്. 100 കണക്കിന് ഹാൻഡിലുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇവർക്കെല്ലാം എതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്ന രീതിയിലുള്ള സമൂഹ മാധ്യമ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്തതിനാണ് ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ബി.ജെ.പിയുടെ സീല് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖയിൽ എത്തിയത്? അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം 2019 ബി.ജെ.പി ഒരു രേഖ അല്ലെങ്കിൽ ബി.ജെ.പി സമർപ്പിക്കേണ്ട രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ ചില രേഖകൾ സമർപ്പിച്ചിരുന്നു. ആ രേഖകളുടെ അനുബന്ധ രേഖകളായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖകൾ കൂടി ബി.ജെ.പി അതിൻ്റെ സീൽ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. അതെന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വർഷം തോറും നൽകാനുള്ള രേഖകളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു ആശയവിനിമയം നടന്നത്. അത് ബി.ജെ.പിയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നടന്ന ആശയവിനിമയമാണ്. ആ രേഖകളിലുള്ള ഒരു പേജാണ്, അതിൻ്റെ സോഫ്റ്റ് കോപ്പിയാണ് തീർത്തും ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന രീതിയിൽ, അതായത് മനുഷ്യത്വപരമായി സംഭവിച്ച ഒരു തെറ്റ് എന്ന രീതിയിൽ അത് തെറ്റായി അറ്റാച്ച് ചെയ്യപ്പെടുകയും അത് പിന്നീട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ പോവുകയും ചെയ്തത്. ഇത് ക്ലറിക്കൽ എററാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. പക്ഷേ ഈ വിശദീകരണമൊന്നും കേൾക്കാതെയാണ് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കപ്പെട്ടത്. എങ്ങനെയാണ് ഈ സീല് വന്നത്? 2019 ബി.ജെ.പി നൽകിയ അവരുടെ രേഖകളിൽ, സീൽ വെച്ച് നൽകിയ രേഖകളിൽ നിന്ന് ഒരു പേജാണ് ഇത്തരത്തിൽ തെറ്റായി അപ്ലോഡ് ചെയ്യപ്പെട്ടത്. ഇങ്ങനെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലെ ഒരു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഈ ഒരു രീതിയിലാണ് ഈ ബി.ജെ.പിയുടെ സീൽ ആ രേഖയിൽ വന്നത്. സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖയിൽ ബി.ജെ.പിയുടെ സീൽ വന്നതല്ല. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ഒരു ഔദ്യോഗിക രേഖ അത് തെറ്റായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. തീർത്തും ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണങ്ങൾക്കടക്കം ആധികാരിക നൽകുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇത്തരം പ്രചരണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നതും. എന്തായാലും ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നും ഇതിന്റെ സാഹചര്യം കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടും ആ സാഹചര്യം വാർത്തയാകുന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും തമ്മിലുള്ള ഗൂഢാലോചന എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് ഒരു വ്യാജ അടിസ്ഥാനം നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടും കൂടിയാണ് ഇപ്പോൾ വ്യാപകമായി ഈ രേഖ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇത് സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തുക, ബി.ജെ.പിയെയും കേന്ദ്ര സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയമായി ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.